പൊതുപ്രവർത്തനത്തിനൊപ്പം കൃഷിയിലും വിജയം കൊയ്യുകയാണ് ഇടുക്കി തൊടുപുഴ സ്വദേശി സാജൻ നെടീശാല. പപ്പായ, പ്ലാവ്, റംബൂട്ടാൻ, തെങ്ങ്, നാരകം തുടങ്ങി വിവിധ ഇനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഉള്ളത്. പൊതുപ്രവർത്തകനായ സാജൻ നെടിയശാല കൃഷിയിലും വിജയം കൊയ്യുകയാണ്. പപ്പായ, പ്ലാവ്, റംബുട്ടാൻ, തെങ്ങ്, നാരകം തുടങ്ങി വിവിധ ഇനങ്ങൾ സാജൻ കൃഷി ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന കൃഷിരീതിയിൽ നിന്ന് വ്യത്യസ്തമായി ബഡ് ചെയ്തെടുത്ത ഹൈബ്രിഡ് തൈകളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും. ഏറ്റവും പ്രധാനം റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷം ആരംഭിച്ച പപ്പായ കൃഷിയിലൂടെ മികച്ച വരുമാനം ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് സാജൻ. 5 വർഷം മുമ്പ് കാലടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത്. ഒരു 6 അടി അകലത്തിൽ ആണ് ഇത് നട്ടത്. 4-5 മാസമായപ്പോഴത്തേക്കും ഇത് പൂവായി. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 8-ാം മാസത്തിൽ കായായി. 9 മാസമായപ്പോഴത്തേക്കും കാ പറിക്കാൻ തുടങ്ങി. നല്ല വിളവാണ്. മാർക്കറ്റിൽ 25 രൂപ വില കിട്ടും. ആയുർജാക്ക് എന്ന ഇനം പ്ലാവുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അധികം ഉയരവും ശിഖരങ്ങളുമില്ലാതെ കുറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ച്ചു തുടങ്ങുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇവ 12 മാസവും വിളവ് തരും. മറ്റേ റംബൂട്ടാനുണ്ട്. ഡീൻഡൂറ്റ് തെങ്ങൊരു 60 എണ്ണം കൃഷി ചെയ്തിട്ടുണ്ട്. അത് കായ്ച്ചു തുടങ്ങി. 3.5 വർഷമായപ്പോഴത്തേക്കും തെങ്ങ് കായ്ച്ചു തുടങ്ങി. പിന്നെ നാരകമുണ്ട്. നാരകം വടുകപ്പുളി നാരകം, അത് ബഡിനാണ്. ഈ വർഷം 22 രൂപ 22,000 രൂപ ഒരു നാരകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന റംബുട്ടാൻ മരങ്ങൾക്ക് പുറമെ N18 ഇനത്തിൽപ്പെട്ട പുതിയ തൈകൾ കൂടി നട്ടിട്ടുണ്ട്. ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് 3.5 ഏക്കർ വിസ്തൃതിയുള്ള പുരയിടത്തിലെ മറ്റൊരു പ്രത്യേകത. വരും വർഷങ്ങളിൽ കൂടുതൽ ഇനങ്ങൾ നട്ട് കൃഷി വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സാജൻ നെടിയശാല. അമൃത ന്യൂസ്, ഇടുക്കി.